അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി മൂഫിൻ അഹ്ദ. അമ്മാ ബഅദ്. തേജസ് ന്യൂസിന്റെ റമളാൻ വിചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. റമളാൻ ആഗതമാകുമ്പോൾ വിശ്വാസികൾ ഓരോരുത്തരും സ്വയം ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഈ റമളാൻ പരമാവധി ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ഞാൻ ധന്യത നേടും ഇൻഷാ അല്ലാഹ്. ഈ ഒരു തീരുമാനവും അതിനായുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും ചേരുമ്പോൾ വിശ്വാസികളുടെ കർമ്മങ്ങളിൽ മറ്റ് മാസങ്ങളെക്കാൾ വർധനവ് കാണാറുണ്ട്. പരിശുദ്ധ ഖുർആൻ അവതരണം ആരംഭിച്ച മാസമെന്ന നിലയിൽ ഖുർആനിന്റെ പഠനവും പാരായണവും വിശ്വാസികൾക്കിടയിൽ സജീവമാകുന്ന മാസമാണ് റമളാൻ. ലോകമെമ്പാടുമുള്ള പള്ളികളിൽ രാവുകളും പകലുകളും ഖുർആൻ പാരായണങ്ങളും പഠനങ്ങളും കൊണ്ട് സജീവമാവും. ഖുർആൻ ക്ലാസുകൾ, ഖുർആൻ പാരായണ മത്സരങ്ങൾ തുടങ്ങി ഖുർആൻ സംബന്ധമായ പലതും ഈ മാസത്തിന്റെ പ്രത്യേകതയാണ്. തറാവീഹ്, ഖിയാമുൽ ലൈൽ, തഹജ്ജുദ്, വിത്ർ തുടങ്ങിയ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന നിശാ നമസ്കാരങ്ങൾ റമളാനിന്റെ രാവുകളെ സജീവമാക്കുന്നവയാണ്. സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വിശ്വാസികൾ ശ്രദ്ധ പുലർത്തും. മറ്റുള്ള മാസങ്ങളെക്കാൾ ഏറെ ഫർദ് നമസ്കാരങ്ങളുടെ ജമാഅത്തുകൾക്കും ജുമഅക്കും വിശ്വാസികൾ പള്ളികളിലെത്തുന്ന മാസമാണ് റമളാൻ. റവാത്തിബ്, തഹിയ്യത്ത് പോലുള്ള സുന്നത്ത് നമസ്കാരങ്ങൾക്കും ഈ മാസത്തിൽ വിശ്വാസികൾ ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട്. പള്ളികളിൽ ഇഅ്തികാഫിരിക്കുന്നത്, വിശേഷിച്ചും റമളാനിന്റെ അവസാനത്തെ പത്തിലെ ഇഅ്തികാഫ് ഏറെ പുണ്യമുള്ള ഇബാദത്താണ്. അതുപോലെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കലും അത്തരം ദിവസങ്ങളിൽ പ്രാർത്ഥനകളും ആരാധനകളുമെല്ലാം നോമ്പുകാലത്തിന്റെ മാത്രം സവിശേഷതയാണ്. സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ എന്ന അല്ലാഹുവിന്റെ വിളിക്കുത്തരം എന്നോണം വിശ്വാസികൾ ഒന്നടങ്കം ഇസ്തിഗ്ഫാറിലൂടെ നാഥനിലേക്കും ബന്ധങ്ങൾ ഊഷ്മളമാക്കുന്നതിലൂടെ ജനങ്ങളിലേക്കും ഓടിയടുക്കുന്ന മാസമാണ് പുണ്യ റമളാൻ. നോമ്പ് തുറപ്പിക്കൽ, ബന്ധുക്കളിലേക്കുള്ള സദക്കകൾ, ദരിദ്രർ, അഗതികൾ പോലുള്ളവർക്ക് പരിഗണന നൽകൽ, സക്കാത്തിന്റെ വിതരണം തുടങ്ങി ഇൻഫാഖിന്റെ അഥവാ ധനം ചിലവഴിക്കലിന്റെ മാതൃകകളായി മാറുകയാണ് ഈ മാസത്തിൽ ഓരോ മുസ്ലിമും. നോമ്പെടുക്കുന്ന ഓരോ വിശ്വാസിയും അവരുടെ വയറുകൾ പട്ടിണിയാക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവരുടെ സർവ്വ അവയവങ്ങൾക്കും അവർ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. മല്ലം യദഅ ഖൗല സൂരി വഅമില ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തആമഹു വശറാബഹു. തിന്മയുടെ സംസാരങ്ങളും തിന്മയുടെ പ്രവർത്തനങ്ങളും ഒഴിവാക്കാത്തവൻ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നത് കൊണ്ട് മാത്രം അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുകയില്ല എന്ന പ്രവാചകന്റെ മുന്നറിയിപ്പാണ് ഓരോ വിശ്വാസിക്കും പ്രചോദനമാകുന്നത്. പരദൂഷണം, ഏഷണി, അസൂയ, ചീത്തവാക്കുകൾ, ശാപവചനങ്ങൾ തുടങ്ങി മനുഷ്യർക്കിടയിൽ വിദ്വേഷം വിതക്കുന്ന എല്ലാ പാഴ്വർത്തമാനങ്ങളിൽ നിന്നും നോമ്പുകാരൻ തടയിടുന്നു. അക്രമം, ചതി, വഞ്ചന, കളവ്, പലിശ, കൈക്കൂലി തുടങ്ങിയ അമാന്യമായ പ്രവർത്തനങ്ങൾ നോമ്പുകാരനിൽ നിന്നും ഒരിക്കലും ഉണ്ടായിക്കൂടാ. വ്യഭിചാരം, അശ്ലീല പ്രവർത്തനങ്ങളും കാഴ്ചകളും എല്ലാം അകറ്റി നിർത്തിയാണ് നോമ്പുകാരൻ ജീവിത വിശുദ്ധി നേടുന്നത്. ഇത്തരം തിന്മകളും പൈശാചിക വൃത്തികളും ഒഴിവാക്കുന്നതിലൂടെ അവയെ ആരാധനകളാക്കി മാറ്റുകയാണ് വിശ്വാസി. അള്ളാഹുവിന്റെ ഇച്ഛയ്ക്ക് കീഴ്പ്പെട്ട് അവന്റെ കൽപ്പനകളും നിരോധനകളും അനുസരിക്കുന്നതാണല്ലോ ആരാധന. വൈയക്തികമായ വിശുദ്ധി നേടാനുള്ള കർമ്മങ്ങൾക്ക് പുറമെ റമളാൻ സാമൂഹിക പരിവർത്തനത്തിനുള്ള മാസം കൂടിയാണ്. ലോകത്ത് വിപ്ലവത്തിന്റെ കാഹളമൂതിയ ഖുർആൻ വിവക്ഷിക്കുന്ന നീതിക്ക് വേണ്ടി സാക്ഷികളാവേണ്ടവരാണ് വിശ്വാസികൾ. അനീതി വാഴുന്ന ലോകത്തിൽ നീതിയുടെ കാവലാളാകാൻ നമുക്ക് കഴിയണമെങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിത ഗന്ധിയായി, വഴികാട്ടിയായി മാറണം. അതെ, ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഖുർആൻ അവതരിച്ചത് റമളാനിലാണ്. ഖുർആൻ ജനങ്ങളുടെ വഴികാട്ടിയാണ്. ഖുർആൻ ജീവിത സന്നികൾ ഓരോന്നും വിശദീകരിച്ചു തരുന്നുണ്ട്. നീതി, അനീതി, ക്രമം, അക്രമം, സത്യം, അസത്യം, നന്മ, തിന്മ എല്ലാം വേറിട്ട് തരുന്ന ഫുർഖാനാണ് ഖുർആൻ. നമ്മുടെ രാജ്യം വാഴുന്നത് തിന്മയുടെ അച്ചുതണ്ടുകളാണ്. സത്യത്തെ കുഴിച്ചുമൂടി നീതിയെ നെരിച്ചുകൊന്ന് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നേതാക്കൾ ധിക്കാരവും സ്വജനപക്ഷപാതവും വർഗീയ ധ്രുവീകരണവുമാണ് ആധുനിക ഭരണാധികാരികളുടെ മുഖമുദ്ര. ഈ തിന്മക്കെതിരെ പോരാടാനുള്ള ഊർജം ലഭിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. തിന്മക്കെതിരായ പോരാട്ടവും ആരാധനയാണ്. ഈ റമളാനിലൂടെ ഭരണകൂടങ്ങൾക്ക് മുന്നിൽ അവകാശങ്ങളും സത്യവും വിളിച്ചു പറഞ്ഞ് നീതിക്ക് സാക്ഷികളാകാൻ ആരാധനകളിലൂടെ നമുക്ക് കരുത്തു നേടേണ്ടതുണ്ട്.
അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.